അനുപേട്ടാ ഞാൻ പോവാണേ. എനിക്ക് എന്താന്നൊന്നും മനസ്സിലായില്ല. പകുതി ഉറക്കത്തിന്റെ മൂടും എല്ലാം കൊണ്ടും ഒരു മരവിപ്പായിരുന്നു ശരി. അവനാദ്യം ചോദിച്ചു ചേട്ടാ അച്ഛൻ എന്താ പറ്റി, അച്ഛൻ എന്താ പറ്റി? ഞാൻ പറഞ്ഞു ആക്സിഡന്റ്. എങ്ങനെയാണത് അവതരിപ്പിക്കേണ്ടതെന്ന് പോലും ഞാൻ മറന്നുപോയി. കാരണം എൻ്റെ വീട്ടിൽ ഒരാളുടെ അടുത്ത് അവതരിക്കുന്ന പോലെ എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, അതൊരു ആർട്ടിസ്റ്റ് ഡയറക്ടർ ബേസിലായിരുന്നില്ല. എല്ലാവരും ഒരു ടീമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ അതിപ്പോഴും മെമ്മറിയിലുണ്ട്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു ചെറിയ കണ്ണീര് വരാതെ എനിക്കത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. സോറി. സൂചേട്ടൻ ട്രാവൽ ചെയ്യാത്ത കൺട്രീസ് ഇല്ല. ഒരുപാട് കൺട്രീസിൽ പോയിട്ടുണ്ട്. എപ്പോഴും ഞാൻ ആലോചിക്കും സൂചേട്ടൻ എങ്ങനെയാണ് ഇത്രയും ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ടു എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. രേണുവിന് ജീവിക്കാൻ എന്തെങ്കിലും പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ രേണു അതിൽ എക്സ്പ്ലോർ ചെയ്തു ആണ് എനിക്ക് മനസ്സിലായത്. കാരണം ഒരാൾ വർക്ക് ചെയ്യണോ എന്ന് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം അവരല്ലേ. നമുക്ക് അതിനകത്തൊരു കൺട്രോൾ ഇല്ല. അപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, അവരുടെ ഇഷ്ടത്തിന് അവർ പോട്ടെ, അവർ ജീവിക്കട്ടെ. സ്റ്റുഡൻസ് ഇന്ത്യ പ്രസന്റ് സല്ലാപത്തിലേക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സല്ലാപത്തിൽ എന്നോടൊപ്പം സല്ലപിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് തൊട്ടതെല്ലാം ഇങ്ങനെ പൊന്നാക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ അല്ലേ. അങ്ങനെ ഇദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു ഷോ ഡയറക്ടറാണ്, പ്രൊഡ്യൂസർ, മലയാളി വീട്ടമ്മ, കോമഡി സൂപ്പർ നൈറ്റ്, സ്റ്റാർ മാജിക്, അങ്ങനെ ഹിറ്റ് ഷോസിന്റെ പ്രൊഡ്യൂസർ കം ഷോ ഡയറക്ടർ അനൂപ് ജോൺ. ഹലോ അനൂപിന്റെ എന്താ പറയാ, ഇങ്ങനത്തെ എല്ലാം ഇങ്ങനത്തെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആ കയ്യിൽ ഞാൻ ആദ്യം ഒന്ന് തൊടട്ടെ. വെൽക്കം ടു ദി ഷോ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഇത് ഈ ഒരു കംപ്ലീറ്റ് ക്രെഡിറ്റ് ഇത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എന്താ പറയാ, ചിലർ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. ഓക്കെ, ഞാൻ ഇന്ന് പഠിച്ചു, ഇത് തന്നെയാണല്ലോ പഠിച്ചതൊക്കെ, അപ്പം ഞാൻ ഇത് പഠിച്ചു, ഇനി ഞാൻ ഷോസ് ചെയ്യുമ്പോൾ എൻ്റെ ഷോയ്ക്ക് കുറച്ച് വെറൈറ്റി ഉണ്ടാവും, ഞാൻ ടോക്ക് ഓഫ് ദി ടൗൺ ആവും, അങ്ങനെയൊക്കെ ഭയങ്കര വെൽ പ്ലാൻഡ് ആയിരുന്നു ആള്. പഠിച്ചത് ഇത് തന്നെയാണ്. പഠിക്കുന്ന സമയത്ത് വിചാരിച്ചില്ല നല്ല ഷോ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല ശരിക്കും. കാരണം പഠിക്കുന്ന കാലത്ത് ടെലിവിഷൻ അത്രയും ഈ ഇപ്പോഴത്തെ ഒരു മീഡിയ പോലെ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടം പോലെ അത്രയും പോപ്പുലർ ആയിരുന്നില്ല. പോപ്പുലർ ആയിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു സീരിയൽസിനൊക്കെ ആയിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇങ്ങനെയുള്ള നോൺ ഫിക്ഷൻ ഷോസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. ബട്ട് നമ്മൾ അതിലേക്ക് വന്നു. പിന്നെ ഒരു ദൈവാധീനം കൊണ്ട് എല്ലാം നന്നായിട്ട് പോയി. അങ്ങനെ ഈ സ്റ്റാർ മാജിക് ക്രിയേറ്റ് ചെയ്ത് ഈ പറഞ്ഞ കുറേ അധികം പേരുണ്ട്. അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവർ അതിനു മുന്നേ പല ഷോസ് ചെയ്തിട്ടുണ്ടാവാം. ചിലർ പുതിയ ആൾക്കാരായിരിക്കാം, ഇന്നും അവർ വേറെ ഷോസ് ചെയ്യുന്നവരുമുണ്ട്. പക്ഷെ ഇന്നും അവരുടെ പേരിന്റെ കൂടെ പറയുന്നത് ഫുൾ സ്റ്റാർ മാജിക് ഫെയിം എന്ന് തന്നെയാണ്. അത് ഉണ്ടാക്കിയെടുത്ത കുറെ പ്രതിഭകൾ തന്നെയുണ്ട്. അത് പറയുമ്പോൾ തന്നെ പറയാണ്ടിരിക്കാൻ പറ്റാത്ത ഒരാൾ തന്നെയാണ് നമ്മളെ വിട്ടുപോയ കൊല്ലം സുധി. അദ്ദേഹത്തിന് എങ്ങനെയാണ് അനൂപ് കണ്ടെത്തിയതും അദ്ദേഹം എങ്ങനെ ഈ ഷോയിലേക്ക് വന്നതും? തുടക്കം മുതൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ലല്ലോ. സുധിച്ചേട്ടൻ ആ ഷോയില് ഉണ്ടായിരുന്നു. ഡമർപാടാറിലെ ഫ്ലോറിൽ ആദ്യം കാലുകുത്തിയത് സുധിയായിരുന്നു. ആക്ച്വലി ഒരു എൻട്രി ഉണ്ടായിരുന്നു ആ എപ്പിസോഡിന്റെ ഫസ്റ്റ് എപ്പിസോഡ്. ചിലപ്പോ യൂട്യൂബിൽ ഉണ്ടായിരിക്കില്ല. സുധിയായിരുന്നു അതിലൊരു ജാക്സ് പാരന്റെ ഒരു ക്യാരക്ടർ റോളൊക്കെ ചെയ്ത് വന്ന് അതിലേക്ക് എൻട്രി ആവുന്ന സുധിച്ചേട്ടനായിരുന്നു. സുധിച്ചേട്ടനായിട്ട് കുറെ കാലങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. കാരണം സുധിച്ചേട്ടന് കോമഡി പറയണമെന്നല്ല, സുധിച്ചേട്ടൻ ഇപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സൈഡിൽ വന്നിരുന്നാൽ പോലും ചിരിക്കും. ഒരു ഇഷ്ടമുണ്ട്, ഒരു കിഡിഷുണ്ട്. ഇത്രയും പ്രായമായ ഒരു വ്യക്തിയുടെ അടുത്ത് ഇപ്പോഴും ഒരു എന്താ പുള്ളിയുടെ അകത്തൊരു കിഡിഷ് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു. ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ്. അല്ലാതെ കൊല്ലം സുധി എന്നുള്ള കലാകാരൻ ഭയങ്കരമായിട്ട് കോമഡി പറയുന്നു എന്നുള്ള ഒരു ആസ്പെക്റ്റിലായിരുന്നില്ല അവിടെ ഇരുന്നിരുന്നത്. കാരണം ഒരുപാട് പേരുണ്ട് കോമഡി പറയുന്നതും സ്പോണ്ടേനിയസ് ആയിട്ട് അവതരിപ്പിക്കുന്ന. സുധിനേക്കാളും വലിയ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ ഞാൻ പറഞ്ഞ പോലെ മനോരമയിൽ ഷോ ചെയ്തു. അതിൻ്റെ അടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറിയ ഷോ അത് ചെയ്തിരുന്നു, ഒരു ചാറ്റ് ഷോ പോലെ. അതിലും സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സൂപ്പർ നൈറ്റിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു സീരീസ് ഓഫ് എല്ലാ വാക്കുകളിലും സുധിച്ചേട്ടൻ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു സുധിച്ചേട്ടൻ എൻ്റെ കൂടെ കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തങ്കച്ചൻ പോലും ചിലപ്പോൾ എൻ്റെ കൂടെ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. സുധിച്ചേട്ടനായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു.
പിന്നെ അവളൊരു ചേട്ടൻ ഫീലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. വ്യക്തമായിട്ട് ഗൈഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ സുധിച്ചേട്ടൻ അതിനകത്തൊരു അലങ്കാരമായിരുന്നു ആക്ച്വലി. പലപ്പോഴും സുധിച്ചേട്ടൻ, ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് സുധിച്ചേട്ടൻ ആണ് ആ ഷോ, സുധിച്ചേട്ടൻ പോയതിന് ശേഷം ഞങ്ങൾ ആ ഷോ കാണാറില്ല. പക്ഷെ പാസ്റ്റ് അതിന് മുമ്പുള്ള എപ്പിസോഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ സുധിച്ചേട്ടനെ പച്ചയ്ക്ക് ചീത്ത വിളിച്ച് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതിൻ്റെ താഴെ. കാരണം ഇയാൾ എന്തിനാണോ കൊണ്ടിരുത്തുന്നത്, ഇയാൾ എന്തിനാണ് വന്നിരിക്കുന്നത്, ഇയാളൊന്നും മിണ്ടുന്നില്ലല്ലോ. പഴയ മുകേഷ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. ഇത് ഇഷ്ടംപോലെ കമൻസ് ഇപ്പോഴും ഉണ്ട്. സുധിച്ചേട്ടൻ ചില സമയത്ത് ഫ്ലോറിലിരുന്ന് മിണ്ടാതായിട്ടൊരു പോലും ഉണ്ട്. കാര്യം സുധിച്ചേട്ടൻ അടിക്കുന്ന കോമഡി ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ സുധിച്ചേട്ടൻ കോമഡി പറയാനല്ല സുധിച്ചേട്ടൻ അവിടെ കൊണ്ടിരിക്കുന്നത്, ജസ്റ്റ് റിയാക്ട് ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനായിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്തോ. എനിക്ക് തോന്നുന്നില്ല അതുപോലെ ഒരു കൊമേഡിയൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ. അത്രയും ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള, അത്ര ലീനായിട്ടുള്ള ഒരു കൊമേഡിയൻ. കാരണം ഏത് വേഷവും പുള്ളിയുടെ വേഴ്സിറ്റൈലായിട്ട് നിന്ന് പോകും. എങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഭയങ്കര കൂടുതലായിരുന്നു, ആക്ഷൻസും റിയാക്ഷൻസും. പക്ഷെ സുധിച്ചേട്ടൻ മരിച്ചപ്പോഴാണ് നമുക്ക് അറിഞ്ഞു ഇത്രയധികം ആരാധകർ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നു എന്ന്. കാരണം സ്റ്റാർ മാജിക്കിൻ്റെ മെജോറിറ്റി ഉള്ള ഓഡിയൻസ് എല്ലാം ആ സമയത്ത് സുധിച്ചേട്ടൻ്റെ മരിച്ച സമയത്ത്, ഇപ്പം ജൂൺ 5-നാണ് സുധിച്ചേട്ടൻ മരിച്ചത്. ആ മരിച്ച സമയത്താണ് ഞങ്ങൾക്ക് ഇതുപോലെ ഉള്ള ഒരു കലാകാരനായിരുന്നോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് പലപ്പോഴും ഞാൻ ഇപ്പോഴും പോകുമ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാർ മാജിക് നിർത്തിയിട്ട് 6 മാസത്തിന് മേലെയായി. എനിക്കിപ്പോഴും നിർത്തിയതായിട്ട് തോന്നുന്നില്ല. ഇപ്പോഴും പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ പുറത്തൊരാൾ ചോദിക്കും എന്നാണ് ഇനി റീലോഞ്ച് ചെയ്യുന്നത്. പലരും ഞങ്ങളിതിൻ്റെ ഇടയ്ക്ക് 2-3 മാസമൊക്കെ ബ്രേക്ക് എടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാരൊന്നും അറിഞ്ഞിരുന്നില്ല ആ സമയത്ത്. പഴയ എപ്പിസോഡ് കണ്ടതും അതിൻ്റെ ഒരു ഫ്ലേവറിലൊക്കെ നിന്ന് പോയിരുന്നതുകൊണ്ട് ആ സമയത്തൊന്നും ആൾക്കാർ അറിഞ്ഞില്ല ഒരു ബ്രേക്ക് എടുത്തിരുന്നത്. പക്ഷെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എപ്പോൾ തിരിച്ചു വരും, എപ്പോഴാണ് അത് ഉണ്ടാവാൻ പോകുന്നത്, ഞങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു, ഞങ്ങളുടെ ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂളാണ്. അത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞു. ഓരോ അവതാരത്തിനും ഒരു ലക്ഷ്യമുണ്ടല്ലോ, അത് നിർവഹിച്ചു കഴിഞ്ഞു. അപ്പോൾ സുധിച്ചേട്ടൻ അതുപോലെ തന്നെ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് പലപ്പോഴും പറയും സുധി പോയതിനു ശേഷം ഞങ്ങൾ അത് കാണാറില്ല, സുധി പോയതിനു ശേഷം അതിൻ്റെ അഴക് കുറഞ്ഞു എന്നൊക്കെ പറയും. ഒരുപാട് കൂടുതൽ ലേഡീസ് പറയാറുണ്ട്. ഈവൻ വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്ത് പറയും ഭയങ്കര കഷ്ടമായിപ്പോയി, ഞങ്ങൾക്കൊരു സങ്കടമാണ് ഇപ്പോൾ കാണുമ്പോൾ. അപ്പോൾ അതിൻ്റെ ആ സമയത്ത് അതിൻ്റെ ഒരു പോളിച്ച കുറഞ്ഞായിരുന്നു. നമുക്കത് ഫീൽ ചെയ്യായിരുന്നു പല എപ്പിസോഡ്സ് ചെയ്യുമ്പോഴും. നമുക്ക് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിലൊരു കറി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. സ്ഥിരം കഴിക്കുന്ന ആളാണെങ്കിൽ അതില്ലല്ലോ, അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് സുധി അതിനകത്ത് കുറവ്. കാരണം ഏറ്റവും കൂടുതൽ എപ്പിസോഡ് ഇരുന്ന ആ സമയം വരെ ഓൾമോസ്റ്റ് എല്ലാ എപ്പിസോഡിലും സുധിച്ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്. ബാക്കി എല്ലാവരും മാറി വന്നിട്ടുണ്ട് അതിൽ. പക്ഷെ ആ നിമിഷം വരെ ചിലപ്പോൾ ഒന്നും ചെയ്യാത്ത എപ്പിസോഡ്സ് ഉണ്ടായിട്ടുണ്ട്. സുധിച്ചേട്ടനും പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ പോലും ഞാൻ കുഴപ്പമില്ല ഒന്നിരിക്കും, നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി, അതിനകത്തൊരു പോസിറ്റിവിറ്റി എന്ന് പറയും. അങ്ങനെ ഒരു കലാകാരനായിരുന്നു. അതിപ്പം നമ്മൾ പറയും ഇപ്പം അത് മരിച്ചു പോയതിനു ശേഷമല്ലേ നിങ്ങളത് പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ അകത്തുള്ള സംഭവം പറയാനുള്ളൊരു വേദി വേറെ എവിടെയും കിട്ടിയില്ലല്ലോ, അത് ഇപ്പോഴല്ലേ കിട്ടിയത്. അപ്പോൾ ഇപ്പോഴും മിസ് ചെയ്യാറുണ്ട്. കാര്യം നമ്മൾ പല കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ പല എപ്പിസോഡ്സിൻ്റെ റീൽസൊക്കെ ഇപ്പോഴും കണക്ട് ചെയ്ത് വരാറുണ്ട് സുധിച്ചേട്ടനൊക്കെ ആയിട്ടുള്ളത്. ആ സമയത്തൊക്കെ ഒരുപാട് വിഷമങ്ങളിലൂടെയും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ആ ഷോ ഇത്ര പ്രിയപ്പെട്ടത്. ഒരുപാട് കാര്യങ്ങൾ ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ, മരണമായാലും അപകടങ്ങളായാലും മാത്രമല്ല ഒരുപാട് നല്ല മൂമെന്റ്സോ എല്ലാം അതിനകത്ത് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊരു ഇപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ. അല്ല, കൊല്ലം സുധി എന്നുള്ള അദ്ദേഹത്തിന്റെ മരണം, കൊല്ലം സുധി മരിച്ചു എന്നുള്ള ഒരു വാർത്ത ഈ എല്ലാവരെയും ഭയങ്കര അധികം ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസായിരുന്നു. എല്ലാവരെയും വിഷമത്തിലാക്കിയൊരു ന്യൂസായിരുന്നു. അയ്യോ കൊല്ലം സുധി മരിച്ചോ, എല്ലാവരും വിഷമത്തോടെയായിരുന്നു ആ ഒരു. കാരണം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പബ്ലിക്കിലുണ്ടായിരുന്ന റീച്ചും പബ്ലിക്കിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ഇഷ്ടവും, അതുകൊണ്ട് എല്ലാവർക്കും അതൊരു വലിയൊരു നഷ്ടം തന്നെയായിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അനൂപ് എപ്പോഴായിരിക്കും ആ വാർത്ത പറഞ്ഞിട്ടുണ്ടാവുക? ആക്ച്വലി ഞാൻ അദ്ദേഹം മരിക്കുന്ന അന്ന് രാവിലെ അറൗണ്ട് 7-8 ടൈമിൽ ഞാൻ ഒരു ട്രിപ്പിന് പോയിരുന്നു വിത്ത് ഫ്രണ്ട്സ്.
അതായത് ബർത്ത്ഡേ കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളാണ്. ഇപ്പം എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞുള്ളൂ കഴിഞ്ഞ ദിവസം. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സമയമുള്ളപ്പോൾ ആ ഒരു നെക്സ്റ്റ് വീക്കിലോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് അതിനു വേണ്ടി എല്ലാ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി ആ സമയത്ത് അലാം വെച്ച് എഴുന്നേക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു, ഒരു 6 മണി സമയം. അപ്പോൾ അതിനു മുമ്പാണ് എനിക്ക് അവിചാരിതമായിട്ട് പല നമ്പേഴ്സിൽ നിന്ന് ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുക. മോർണിംഗ് അല്ല രാത്രി മുതൽ വരുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഞാൻ ഇങ്ങനെ അറിയാത്ത നമ്പർ രാത്രി വന്ന് എടുക്കാറില്ല. മെജോറിറ്റി കേസിൽ സ്റ്റാർ മാജിക്കിൻ്റെ സമയത്ത് അറിയാത്ത നമ്പർ ഒന്നും എടുക്കാറില്ല. അത്രയും ഇതുള്ളവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമോ എന്തെങ്കിലും ഉണ്ടായോ, കാരണം അത്രയും കോൾസ് വരാറുണ്ടായിരുന്നു. ചില സമയത്ത് നമ്പർ ലീക്കായിട്ടും വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഓഫീസിലൊക്കെ കണക്ട് ചെയ്ത് വരുന്നത്, ചിലപ്പോൾ UAE നിന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ എടുക്കാറില്ല. അത്രയും വേണ്ട ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കും. അപ്പോൾ ഇതുപോലെ 2-3 കോൾസ് ഇങ്ങനെ വന്ന് കിടന്നു, ഞാൻ എടുത്തില്ല. അപ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എന്നെ വിളിക്കുന്നു, അവൻ്റെ കോൾ വരുന്നു, അവനെ റിപ്പീറ്റ്ലി വിളിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഉറക്കത്തിൽ ഞാൻ എടുക്കുമ്പോൾ പറയുന്നു, എടാ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്, കൊല്ലം സുധി കുറച്ച് ക്രിട്ടിക്കലാണ്, അപ്പോൾ കൂടെ ബിനു അടിമാലിയുണ്ട്, അങ്ങനെയാണ് ഹോസ്പിറ്റലാണ്, ഇങ്ങനെ ഒന്ന് നീ സംസാരിക്കണം, കുറേ പേര് നിന്നെ ട്രൈ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ. അതിൻ്റെ തലേദിവസത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 3 days മുമ്പ് ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് ഇന്നൊരു ഇവൻറ്റ് നമ്മുടെ കോഴിക്കോട് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സ്റ്റാർ മാജിക്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വിടണം എന്ന് പറഞ്ഞു. ഒരുപാട് പേര് അതിനകത്ത് നമ്മൾ സംസാരിച്ചു. പലരും വരുന്നുണ്ടായിരുന്നില്ല. ചിലർക്ക് ഡേറ്റ് പ്രശ്നം, ചിലർക്ക് യാത്ര ചെയ്യാൻ പ്രശ്നം, അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും മാറി. അവസാനമാണ് സുധിച്ചേട്ടൻ അതിനകത്ത് അലൈനാവുന്നത്. ബിനു അടിമാലി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സുധിയും കയറി. അങ്ങനെ വന്ന് അപ്പം എന്നെ പോകുമ്പോൾ എന്നെ വിളിച്ചു, അനുവേട്ടാ ഞാൻ പോവാണേ, പോയി ഷോ ഒക്കെ അറ്റൻഡ് ചെയ്ത് വരാം. ഞാൻ അപ്പോഴേ പറഞ്ഞു പഴയ ജഗദീഷൊന്നും പോയി കാണിക്കരുത്, ഇവിടെ മര്യാദയ്ക്ക് പോയി സംഭവമൊക്കെ ചെയ്യണം. അപ്പോൾ അതിനുശേഷം എല്ലാവരും പറഞ്ഞു എൻ്റെ അടുത്ത്, സുധി ഭയങ്കരമായിട്ടൊന്ന് പെർഫോം ചെയ്തൊരു സ്റ്റേജായിരുന്നു അത്, ഭയങ്കര കയ്യടിയായിരുന്നു. പുള്ളി സിംഗിളായിട്ടൊന്ന് പെർഫോം ചെയ്ത് ഒരുപാട് അവിടെ കയ്യടി വാങ്ങി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അവിടെ പോകുന്നു. രാത്രി എനിക്ക് ഇപ്പോഴും ആ മെസ്സേജ് ഇപ്പോൾ കിടപ്പുണ്ട് എനിക്ക്. അവിടെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയക്കുന്നത്, അവിടെ നിന്ന് യാത്ര ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ അടിമാലിയും ബാക്കിയെല്ലാം കുറച്ച് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് എനിക്ക് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ആ ഫോട്ടോ ഞാൻ കണ്ട് രാത്രി അതിൻ്റെ എന്തോ പറഞ്ഞു വെച്ചു. അതിനുശേഷമാണ് ഞാൻ ഈ ഇൻസിഡൻറ്റിനെ പറ്റി അറിയുന്നത്. അപ്പം ഞാൻ ആദ്യം കേട്ടപ്പോൾ കുഴപ്പമില്ല, ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരികയാണ്, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഓക്കെ ആയിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ ആശ്വസിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ അത്ര ക്രിട്ടിക്കൽ ചിന്തിക്കുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ വിളിക്കുന്നു, ഹോസ്പിറ്റലിലാണ്, വെന്റിലേറ്ററിലേക്ക് കയറ്റി, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പുറത്ത് ഞാൻ കണ്ടു സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി. കണ്ട് സംസാരിച്ച ആളല്ലേ, പിന്നെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴും ചേട്ടൻ പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. പകുതി ഉറക്കത്തിൻ്റെ മൂടും എല്ലാം കൊണ്ടും ഒരു മരവിപ്പായിരുന്നു. ശരി, കുറേ നേരം ഒരു മരവിപ്പായിരുന്നു. അപ്പം ഞാനതിങ്ങനെ ഇരുന്ന് ആലോചിച്ചു എന്ത് ചെയ്യാം, ഒന്നും പിടികിട്ടുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ആരെങ്കിലും വിളിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചു. സമയം ഇങ്ങനെ വെളുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ആരെ വിളിക്കും പെട്ടെന്ന് എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ഇവിടെ ഏതെങ്കിലും ആർട്ടിസ്റ്റോ നമ്മുടെ കൂടെയുള്ള ആൾക്കാരോ, അപ്പോൾ നമ്മുടെ കൂടെയുള്ള മിക്കവാറും ആൾക്കാർ പലരും കൊച്ചിയിലില്ല, ക്രൂ. അപ്പോൾ ഓഫീസിൽ വിളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിനെ എങ്ങനെ വിളിക്കുന്ന, ഈ വെളുപ്പകാലത്ത് എങ്ങനെ വിളിക്കുന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ ബിനീഷിനെ വിളിക്കണം. ബിനീഷ് ബാസ്റ്റിൻ ഫോർട്ട് കൊച്ചിയിലുണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും ക്ലോസ്ലി അടുത്ത് ആക്സസിബിൾ ബിനീഷ്. അപ്പോൾ ഞാൻ ബിനീഷിൻ്റെ അടുത്ത് പറഞ്ഞു, ബിനീഷ് ഇങ്ങനെ സംഭവം ഉണ്ട്, നമുക്കൊന്ന് അവിടം വരെ പോയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ബിനീഷ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഓഫീസിൽ വിളിക്കുന്നു, 2-3 പേരൊക്കെ ഇട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഡ്രൈവേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഫ്ലവേഴ്സിൻ്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയുള്ള അറ്റാച്ച് ചെയ്തിട്ടുള്ള വേറെ ഡ്രൈവേഴ്സ് പിന്നാലെ വന്നു, അവരൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അവിടെ എത്തുന്നത് വരെ എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. പലരും വിളിക്കുന്നു. അപ്പോൾ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് സുധിയുടെ വീട്ടിൽ അറിയിക്കാൻ. അപ്പോൾ അപ്പോൾ ഞാൻ വണ്ടിയിലിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ സാധാരണ എല്ലായിടത്തും സെൽഫ് ഡ്രൈവ് ചെയ്താൽ പോകാറ്, കമ്പനിയിൽ നിന്ന് വണ്ടി എടുത്തില്ല. അപ്പോൾ ബിനീഷ് വന്നതുകൊണ്ട് ബിനീഷിൻ്റെ വണ്ടി ഞാൻ കയറിയിരുന്നു.
അപ്പോൾ എനിക്കൊരു കംഫർട്ടബിൾ ഒരാളും വേണം സംസാരിച്ച് പോകാൻ വേണ്ടി, ഷെയർ ചെയ്ത് പോകാൻ വേണ്ടി. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പറഞ്ഞു, പോയി ഇനൊന്നും ചെയ്യാനില്ല, ചേട്ടൻ ഔദ്യോഗികമായിട്ടും അവരെ അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെ അറിയിക്കും എന്നുള്ളതാണ് കാര്യം. സുധിച്ചേട്ടൻ എപ്പോഴും ഷൂട്ടിൻ്റെ ഇടയ്ക്ക് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പോയി നേരെ വിളിക്കും, ഭാര്യ വിളിച്ചിട്ടുണ്ട്, മകൻ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ രാവിലെ 6 മണിക്ക് വിളിച്ച് ഞാൻ എങ്ങനെ പറയത്? അപ്പോൾ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ കൈയൊക്കെ കുറച്ച് വിറച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന്. അപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ പോയിക്കൊണ്ടിരിക്കുക. കൊടുങ്ങല്ലൂരായിരുന്നു, ഹോസ്പിറ്റലിലാണ് സുധിയുള്ള ആ സമയത്ത്. ഞാൻ പോകുന്ന സമയത്ത് കോൾ ചെയ്യുന്നു. അപ്പോൾ ആദ്യം രേണു തന്നെ എടുക്കുന്നതെന്ന് തോന്നുന്നു. രേണു തന്നെ എടുത്ത്. അപ്പോൾ രേണു എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു, സുധിക്കാനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, കുഴപ്പമുണ്ടല്ലോ, ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോവാണ്, ബാക്കി കാര്യങ്ങൾ അറിയിക്കാം, കുറച്ച് ക്രിട്ടിക്കലാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചു. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് അവർ പേടിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അവിടെ പോയിട്ട് എല്ലാം ടേക്ക് കെയർ ചെയ്തതിന് ശേഷം വിളിക്കാം. പക്ഷേ എനിക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നില്ല. മരിച്ചു പോയെന്നൊക്കെ ഇങ്ങനെ ഇത്രയും വെളുപ്പാങ്കാലത്തൊക്കെ പറയാൻ പറ്റുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ആരെങ്കിലും അടുത്ത് ഉള്ള ആൾക്കാരെ അസൈൻ ചെയ്ത് ഡയറക്റ്റ് പോയി പറയാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ആരെയും ആക്സസിബിൾ ആയിട്ടില്ല. ആ സമയത്ത് ഐശ്വര്യ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റാർ മാജിക്കിൽ. ഐശ്വര്യ കുറച്ച് ഓടിയെത്തുന്നത് കൊണ്ട് അതൊരു കുറച്ച് ബുദ്ധിമുട്ടായി എനിക്ക് തോന്നി. അപ്പോൾ ആർക്കും വീട് അറിഞ്ഞൂടാ കറക്റ്റ്. അതിനുശേഷം രണ്ടാമത് ഞാൻ കോൾ എടുക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ മകനെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ പോയടാന്ന് പറഞ്ഞു. അപ്പോൾ അവനാദ്യം ചോദിച്ചു, ചേട്ടാ അച്ഛൻ എന്താ പറ്റുക, അച്ഛൻ എന്താ പറ്റുക? ഞാൻ പറഞ്ഞു ഇങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായി, അച്ഛൻ പോയി. ഒന്നും എനിക്ക് പെട്ടെന്ന് എങ്ങനെയാണത് അവതരിപ്പിക്കേണ്ടതെന്ന് പോലും ഞാൻ മറന്നുപോയി. കാരണം എൻ്റെ വീട്ടിൽ ഒരാളുടെ അടുത്ത് അവതരിക്കുന്ന പോലെ എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തു. അപ്പോൾ അവൻ്റെ ഒരു കരച്ചിൽ ഇപ്പോഴും ഉണ്ട്, എനിക്കിപ്പോഴും ചെവിയിൽ കേൾക്കാം. അവൻ രാവിലെ എഴുന്നേറ്റിട്ടുള്ളൂ. കാരണം അവന് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു അച്ഛനായിട്ട്. എനിക്ക് ആരൊക്കെയോ എൻ്റെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, തൊട്ടടുത്തുള്ള ആൾക്കാർ ആരൊക്കെയോ കുറേ നേരം, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് എന്തൊക്കെയോ നടന്ന് എനിക്ക് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അത്രയും വികാരഭരിതമായിട്ടുള്ളൊരു സമയമായിരുന്നു ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ അവിടെ എത്തുന്നു. എത്തിയപ്പോഴും ശ്രീകണ്ഠൻ സാറൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നു, ഡോക്ടേഴ്സായിട്ട് സംസാരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്നും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. കാരണം പലരും കേട്ടിട്ടുള്ള ഇതാണ്, ആക്സിഡൻറ്റ് സംഭവിച്ചു ഇങ്ങനെയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കുന്നു. അത് കഴിഞ്ഞ് രേണു എന്നെ വിളിക്കുന്നു, ചേട്ടാ എന്താ സംഭവിച്ചത്? ഞങ്ങൾക്ക് ആരുമില്ല, ഇനിയിപ്പോൾ എന്താ? ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഹോസ്പിറ്റലിലെത്തും, എത്തിയതിന് ശേഷം പറയാം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആക്ച്വലി അവരെ ഹാൻഡിൽ ചെയ്യാൻ വളരെ പാടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഐശ്വര്യനെ അവരെ വീട്ടിലേക്ക് എത്തിക്കുന്നു, അവരെ ടേക്ക് കെയർ ചെയ്യാൻ പറയുന്നു. നെക്സ്റ്റ് എന്താന്ന് ഒരു കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്തിട്ടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ കിച്ചുവാണ് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കിച്ചുവിനെ എനിക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. കിച്ചു അത്രയ്ക്കും അച്ഛനായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു. കാര്യം ഷൂട്ടിനൊക്കെ വരുമ്പോൾ മിക്ക സമയത്തും കിച്ചു ഉണ്ടാവും. ഫ്ലോറിലേക്ക് വന്നില്ലെങ്കിൽ പോലും ട്രാവൽ ചെയ്യുന്നതും ഈ അവസാന നാളുകളിലൊക്കെ സൂചിച്ചാടിൻ്റെ കൂടെ ഡ്രൈവ് ചെയ്ത് വന്നിരുന്നു കിച്ചുവായിരുന്നു. അപ്പോൾ അവനിങ്ങനെ സംസാരിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യും ചേട്ടാന്ന് ചോദിച്ചിട്ട് നമുക്ക് ആ സമയത്ത് റിപ്ലൈ ഇല്ല പലതിനും. നമ്മൾ തന്നെ ഒരു പ്രോഗ്രാമിന് വിട്ടിട്ട് കമ്പനി പ്രോഗ്രാം തന്നെയാണല്ലോ, അപ്പോൾ നമ്മളതിൻ്റെ റെസ്പോൺസിബിളാണ്. അവരെ ടേക്ക് കെയർ ചെയ്യേണ്ട ജോലി നമ്മുടെയാണ്. അതിലൂടെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ എത്ര ഡീപ്പാണത്. എനിക്കത് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്ന ഒരു ഇൻസിഡൻ്റ്. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ഓർത്തെടുക്കാതെ തന്നെ പറയാൻ പറ്റുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കയറി കാണുന്നു. അപ്പോഴേക്കും കുറച്ച് ആൾക്കാരൊക്കെ വന്നു. എല്ലാം അതിൻ്റേതായ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് വരുന്നു, കാണുന്നു. ഞാൻ നേരെ അതിനുശേഷം എന്നെ ഡോക്ടർ പറയുന്നു കാണണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കാണണമെന്ന് പറഞ്ഞു. കണ്ട് അപ്പോൾ മോർച്ചറിയിലായിരുന്നു, കയറുന്നു. മോർച്ചറിയിലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് മാറ്റിയിരുന്നു. അതൊക്കെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ഇല്ല, നമ്മളത് 2 ദിവസം മുമ്പ് കണ്ട അതേപോലെ തന്നെ ഒരാൾ കിടക്കുന്നു. എനിക്ക് ആക്ച്വലി അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിനീഷാണ് എന്നെ പിന്നെ ചേർത്ത് പിടിച്ച് പുറത്ത് കൊണ്ടുപോയത്.
ഇപ്പോഴും ആ സിറ്റുവേഷൻ എൻ്റെ മനസ്സിലുണ്ട്, കണ്ണിലുണ്ട് ഇപ്പോഴും. ഇപ്പോൾ ഈ ഒരു ഡേറ്റ് ഒക്കെ വരുമ്പോഴും നമ്മളിപ്പോഴും ആ ഒരു മെമ്മറീസിലേക്ക് ഇപ്പോഴും പോകും. അത് ഒരു ഇതാണ്, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഒരാൾ പോയൊരു ഫീലാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ക്ലോസ്ലി അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, അതൊരു ആർട്ടിസ്റ്റ് ഡയറക്ടർ ബേസിലായിരുന്നില്ല. എല്ലാവരും ഒരു ടീമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ അതിപ്പോഴും മെമ്മറിയിലുണ്ട്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു ചെറിയ കണ്ണീര് വരാതെ എനിക്കത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സോറി. ദാറ്റ്സ് ഓക്കേ. സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ ഷോയിൽ സുധിച്ചേട്ടനെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ചോദിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല അല്ലേ? അപ്പം അനൂപുമായിട്ടുള്ള ബന്ധവും നന്നായിട്ട് അറിയാം. നിങ്ങൾ തമ്മിലുള്ള ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റിയാലിറ്റി ഫേസ് ചെയ്യണം അല്ലേ അനൂപ്? അതൊരു ഷോ ഡയറക്ടറും കൂടിയാണ്. ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്നത് പോലെ. പക്ഷെ നമുക്ക് ഭയങ്കര ഹാർഡാണ് ആ സമയത്തൊക്കെ. ഇത്രയും നമ്മൾ സ്വന്തം ചേട്ടൻ മരിച്ച ഫീൽ ആയിരുന്നു അനൂപിന്. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ എനിക്ക് ഷോ പോവുകയും വേണം. അപ്പോൾ ആ ഒരു ഹാർഡ് സിറ്റുവേഷൻ എങ്ങനെ നിങ്ങൾ പിന്നെ അത് ഷൂട്ട് ചെയ്തത്? ആ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ് എങ്ങനെ അനൂപ് അതിൻ്റെ ഒരു ക്യാപ്റ്റൻസി എടുത്ത് അതിനെ ലീഡ് ചെയ്ത് അതെങ്ങനെ നിങ്ങളതന്നവിടെ ചെയ്യാൻ പറ്റി നിങ്ങൾക്ക്? അത് ചെയ്യാൻ നമ്മുടെ ടീം തന്നെയാണ് സഹായിച്ചത്. എല്ലാവരും ഒരു കുടക്കീഴിൽ നിന്നു, എല്ലാവരും ഒരുമിച്ച് ചേർത്ത് പിടിച്ചു. ഞങ്ങൾ ആ എപ്പിസോഡ്, അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് എപ്പിസോഡ് ഭയങ്കര ഷൂട്ടാണെന്നല്ല എനിക്ക് തോന്നിയത്. നമ്മളൊരു വീട്ടിലൊരു മരണത്തിന് ശേഷം അടുത്ത ദിവസം എല്ലാവരും ഒത്തൊരുമിച്ച് ഇരുന്ന് സംസാരിക്കുമ്പോഴുള്ളൊരു ഫീലായിരുന്നു അത്. പലരും പറഞ്ഞത് നമ്മൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഷൂട്ട് ചെയ്താൽ പറ്റൂ നെക്സ്റ്റ് ഡേ. നമ്മളൊരു 1 വീക്ക് 2 വീക്കൊക്കെ ബ്രേക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ഈ ഷോ പിന്നെയും എപ്പിസോഡ്സ് വരികയാണ്. ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്നു, ഇതൊക്കെ വിറ്റ് പൈസയാക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരും ചോദിക്കുന്നു. എല്ലാവർക്കും ആദ്യം അറിയേണ്ടത് സ്റ്റാർ മാജിക് അല്ലായിരുന്നു, എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. എൻ്റെ ജോലിയാണ്, എൻ്റെ കമ്മിറ്റ്മെൻ്റാണ്, ഇത് എല്ലാവരും അറിയിക്കണം. ഷോ അടുത്ത ഇതിലേക്ക് പോകണം. അത് വിചാരിച്ചാൽ ഷോ അവിടെ എൻഡ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ പാടുപെട്ടാണ് ഷൂട്ട് ചെയ്തത്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരുപാട് ഇട്ടു. പലരും പറഞ്ഞു, ഈവൻ ലക്ഷ്മി വരെ ഭയങ്കര ഇമോഷണലായിട്ടാണ് എപ്പിസോഡ് ചെയ്തത്. പലരും യൂട്യൂബിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കറിയായിരുന്നു അവിടെ ആക്ച്വലി എന്താ ഹാപ്പൻ ചെയ്തത്. കാരണം ബാക്ക് സ്റ്റേജിൽ പോലും ക്യാമറയിൽ ഇരിക്കുന്നതാണെങ്കിലോ അവിടെ പോകുന്ന ആൾക്കാരും എല്ലാവരും ആ ഒരു ഇമോഷനിൽ കൂടെ പോയതാണ്. കാരണം ഇത്രയധികം ആൾക്കാർ, സുധിച്ചേട്ടനെ കാണാത്ത ആൾക്കാർ ആ സമയത്ത് ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്ര അടുത്ത ആൾക്കാർ എങ്ങനെയായിരിക്കും ഡെലിവറി ചെയ്തിട്ടുണ്ടായിരിക്കുക. സത്യം. അപ്പോൾ അതിൻ്റെ ബാക്ക് സ്റ്റേജിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അത് വാക്ക് ചെയ്യാനും ഈവൻ വെള്ളം കൊണ്ടുവരുന്ന ആൾ പോലും പ്രൊഡക്ഷൻ ബോയ്സിൻ്റെ മുഖത്ത് വരെ ഉണ്ടായിരുന്നു. ഞങ്ങളെങ്ങനെ ഷൂട്ട് ചെയ്യുന്നു, രാവിലെ വന്ന് നിൽക്കുക, ഞങ്ങൾ ബ്ലാങ്കാണ്, എങ്ങനെ ഷൂട്ട് ചെയ്യും? എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ ഒന്നും തലയിൽ വരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഉണ്ടായിരുന്ന പലരും ഇല്ല, അടിമാലിയില്ല, സുധിയില്ല. അപ്പോൾ ആദ്യം രാവിലെ വരുമ്പോൾ എല്ലാവരും ഇതിനെ സംഭവിച്ചു. പക്ഷെ ഞങ്ങളത്ര ഓക്കെ ആയിരുന്നില്ല ആ ദിവസങ്ങളിൽ. ഷൂട്ട് കാര്യങ്ങളെല്ലാം എങ്ങനെയൊക്കെയോ അത് മാനേജ് ചെയ്ത് പോയി. അത് എല്ലാവരും കൂടി ഒരു ടീം വർക്കായിട്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് മാനേജ് ചെയ്ത് അങ്ങോട്ട് പോയി. പക്ഷേ ടെലിവിഷനിൽ വരുമ്പോൾ അതൊന്നും ഒന്നുമല്ല. പലരും പറയും അത് ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കുമ്പോഴാണ് എല്ലാവരും അതിൻ്റെ ഡീപ്പിലേക്ക് വരിക. അല്ലെങ്കിൽ ഒരാൾ കരയണുണ്ടെങ്കിൽ പറയും നത്തിങ്, ചുമ്മാ ഇമോഷൻ. അതെ, ആൾക്കാർക്ക് അങ്ങനെ പറയുള്ളല്ലോ. അതിന്റെ പിന്നിലൂടെ നിങ്ങൾ അനുഭവിച്ച ആ പെയിനും അതെങ്ങനെ നിങ്ങളിത് ഷോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തതാണ്. അതിന് ഇത്രയും ദിവസത്തെ ഒരു പരിധിക്ക് മുകളിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് എടുക്കാനും പറ്റില്ല. ആ ഒരു റിയാലിറ്റിയും എത്രത്തോളം പെയിൻ എടുത്താണ് ആ ഒന്ന് അവിടെ ലൈറ്റും സൗണ്ടും ചെയ്ത് എല്ലാവരും നിന്നതെന്നുള്ളതിന്റെ നിങ്ങൾക്ക് മാത്രമേ അതിന്റെ സത്യാവസ്ഥ അറിയുള്ളൂ അല്ലേ? എന്നിട്ട് ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് അതിന്റെ ഔട്ട് കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികം വന്ന് കുറേ നെഗറ്റീവ് കമന്റ് ആയിരുന്നു. മരണം വിറ്റ് ഈ ചാനൽ കാശുണ്ടാക്കണം, പിന്നെ അതിനകത്ത് രേണുവിനെ മോനെ കൊണ്ടുവന്ന ഒരു എപ്പിസോഡിൽ. അപ്പൊ അതൊക്കെ വീണ്ടും വീണ്ടും നിങ്ങൾ മരണം ഇങ്ങനെ വിറ്റിതാക്കാണ് ഇത് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അന്നൊക്കെ ഒരുപാട് ആ ചാനലിന് എഗെയിൻസ്റ്റ് പല കമന്റ്സും വന്നതാണ്. ഇത്തരത്തിലുള്ള കമന്റ്സ് ഒക്കെ വരുമ്പോഴും ഒരു ഷോ ഡയറക്ടറിൻ്റെ ആണ് എഗെയിൻ എല്ലാത്തിനും ഉത്തരം പറയേണ്ടത് അല്ലേ? അപ്പൊ അനൂപ് വിചാരിക്കാതെ എന്തൊക്കെയായിരുന്നു അനൂപ് അന്ന്
പല പല പലരുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും മറുചോദ്യങ്ങളും ഇതൊക്കെ എങ്ങനെയാണ് അനൂപ് ഫേസ് ചെയ്തത്? അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു സൂചിച്ചേട്ടന് പകരം സൂചിച്ചേട്ടൻ്റെ രേണുവിനെയും കിച്ചുവിനെയൊക്കെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞു. അത് എനിക്ക് പ്രാക്ടിക്കലി അത്ര വർക്കൗട്ടാകാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് നമ്മളൊരു നെക്സ്റ്റ് എപ്പിസോഡിൽ അവരെ കൊണ്ടുവരാനുള്ളൊരു പ്ലാൻ ചെയ്തത്. അവർക്ക് പിന്നെ വേറെ ഇപ്പോഴത്തെ പോലെയല്ല, പണ്ട് അത് ഇവരുടെ ഇമോഷൻ മാത്രം ഡെലിവർ ചെയ്യാനല്ല നമ്മൾ കൊണ്ടുവന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ ആൾക്കാർ കടന്നു പോകുന്നുണ്ട്, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതിനകത്ത്. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് കൊണ്ടോ ആ കുടുംബം എങ്ങനെയെങ്കിലും കുറച്ചും കൂടി എന്തെങ്കിലും ഒരു വരുമാനം വരട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ആ എപ്പിസോഡ് നമ്മൾ കൺസീവ് ചെയ്തത്. അതിനൊരു എത്രയോ എപ്പിസോഡുകളും ചെയ്യുന്നുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള എപ്പിസോഡെല്ലാം. പക്ഷേ ആക്ച്വലി അതൊരു എപ്പിസോഡിലായിരുന്നു, ആക്ച്വലി അത് ലൈഫായിരുന്നു. അവിടെ എന്ത് സംഭവിച്ചു അത് ഞങ്ങൾ പിക്ചറൈസ് ചെയ്തു, അല്ലാണ്ട് അതിനകത്ത് ഒരു ഗിമിക്കോ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയിട്ടില്ല. കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഡെലിവർ ചെയ്തു. നമ്മൾ സ്ട്രോങ് ആയിട്ട് അതിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ കോണ്ടൻ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം അത് സൂചിച്ചേട്ടൻ കുറേ സ്റ്റാർ മാജിക്കുള്ളിടത്ത കാലം എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ പറ്റാവുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഇതിന് ഒരുപാട് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, അവരെല്ലാവരും ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാൾ നമ്മൾ ചാരിറ്റി ചെയ്തിട്ട് ഇല്ലെന്ന് പറയുന്നില്ല, ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നില്ല അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന്. അതിൻ്റെ ഒരു പ്യൂരിറ്റി അങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്ത് കുറേ നാൾ നമുക്കത് പറ്റാവുന്ന രീതിയിലെല്ലാം ചെയ്തു. പക്ഷെ ഞാൻ അപ്പോഴാണ് വേറെ പോയിന്റിലേക്ക് കടന്നത്. എന്തുകൊണ്ട് സൂചിച്ചേട്ടൻ ഇത്രയും ഒരു പൈസയില്ലാത്ത സിറ്റുവേഷനിലേക്ക് പോയി എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് വലിയ സീനിയർ ആർട്ടിസ്റ്റാണ് സത്യം പറഞ്ഞത്. ഇപ്പോഴത്തെ സുരാജേട്ടൻ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കൊല്ലസുധിയുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി സുരാജേട്ടൻ സൈക്കിളിൽ ചവിട്ടി പോയിട്ടുണ്ടെന്ന്, അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു സ്റ്റേജ് ഉള്ള സമയത്ത് ഒരുപാട് പേര് പുള്ളിയുടെ ഫാൻസ് ആവുകയും ആ ഫാൻസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ അത്രയും തിളങ്ങി നിന്നിരുന്നതാണ്. ഒരു സൂചിച്ചേട്ടൻ ട്രാവൽ ചെയ്യാത്ത കൺട്രീസ് ഇല്ല, ഒരുപാട് കൺട്രീസിൽ പോയിട്ടുണ്ട്. എപ്പോഴും ഞാൻ ആലോചിക്കും സൂചിച്ചേട്ടൻ എങ്ങനെയാണ് ഇത്രയും ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ടു എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അത് ഇത് മരിച്ചുകൊണ്ട് പറയല്ല, ആ സമയത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സൂചിച്ചേട്ടനെ എപ്പോഴും നമ്മൾ ടേക്ക് കെയർ ശ്രമിക്കുന്നുണ്ട്. ഷൂട്ട് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പോയിരുന്നത് സൂചിച്ചേട്ടൻ്റെ എമൗണ്ട് ആയിരുന്നു നമ്മളെപ്പോഴും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സൂചിച്ചേട്ടാ വയ്യെങ്കിലും വന്നിരിക്കും, നമുക്കത് അങ്ങനെ പോട്ടെ. മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ പ്രോഗ്രാംസ് വരുമ്പോൾ എന്തെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് എപ്പോഴായിരിക്കും. കാരണം സൂചിച്ചേട്ടൻ്റെ അച്ഛനൊക്കെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. സൂചിച്ചേട്ടൻ തന്നെ എപ്പിസോഡ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ച് കുറച്ചും കൂടി വലിയ സ്ഥിതിയിലൊക്കെ എത്തേണ്ട ഒരാളായിരുന്നു. അതിലെനിക്കിപ്പോഴും സങ്കടമുണ്ട്. പക്ഷേ നമ്മളത് എപ്പോഴും പലപ്പോഴും സൂചിച്ചേട്ടൻ കോവിഡിൻ്റെ ടൈമിലൊക്കെ മുമ്പ് ഒരു സ്ഥലമൊക്കെ വാങ്ങിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഷൂട്ടൊക്കെ മാറിയപ്പോൾ സൂചിച്ചേട്ടൻ പല ഷോസ് മിസ്സായപ്പോഴും അതൊക്കെ തിരിച്ചു പോയിട്ടുണ്ട്. ആ സ്ഥലത്തിന് കൊടുത്ത അഡ്വാൻസ് എല്ലാം പോയിട്ടുണ്ട്. പക്ഷെ ദൈവം അത് ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അടിമലേൻ്റെ അടുത്ത് പറയും, കോഴിക്കോട് നിന്ന് തിരിച്ചു വന്ന ഒരു സമയമുണ്ട്, ആ ട്രാവൽ ചെയ്ത് ഷോ കഴിഞ്ഞിട്ട്. ആ സമയത്ത് എപ്പോഴും സൂചിച്ചേട്ടൻ പറയാറുണ്ട്, എനിക്കൊരു വീട് നിങ്ങളെല്ലാം ഇവിടെ വെച്ചതാന്ന് പറയും. അപ്പോൾ നമ്മളൊക്കെ പറയും നമുക്ക് ഷോ റെഡിയാക്കാം. ആ ഷോ സൂചിച്ചേട്ടന് ആ സമയത്താണ് ഞങ്ങൾ കൊല്ലം സുധി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, കൊസു എന്നൊക്കെ പറഞ്ഞൊരു ചാനലൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ പോലും എന്നെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഏണിങ്ങിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും അത് വർക്കൗട്ട് ആയില്ല ആ സമയത്ത്. അപ്പോൾ സൂചിച്ചേട്ടൻ പോയതിന് ശേഷം അതിൻ്റെ ഒരു ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് വീട് കിട്ടി. ഇപ്പോൾ കിച്ചുവിൻ്റെ പഠനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. രേണു ഇപ്പോൾ ഇൻഡിപെൻഡൻ്റായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അത് കാണുമ്പോഴൊക്കെ സന്തോഷമുണ്ട്.
ഇപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ട് സുധിച്ചേട്ടൻ ഇങ്ങനെ ഒരു സ്റ്റേജിൽ പോയി പെട്ടു എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ സുധിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടില്ലായിരുന്നു. കാരണം മരിച്ച സമയത്താണ് ഞാൻ അവിടെ പോകുന്നത്. അതിന് മുമ്പ് പോകാൻ പറ്റിയിട്ടില്ല. കാര്യം സുധിച്ചേട്ടൻ ആദ്യം പറയും കൊല്ലത്തായിരുന്നു പറയും, ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കോട്ടയത്തായിരുന്നു പറയും. സുധിച്ചേട്ടൻ എപ്പോഴും നമുക്ക് അങ്ങനെ അധികം ആൾക്കാരുടെ വീട്ടിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല ഈ സമയങ്ങളിൽ. ഇപ്പോഴും പോകാത്ത ആർട്ടിസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ ആ ചെന്ന സമയത്താണ് ഞാൻ ഷോക്കായി പോയത്. എന്താണ് സുധിച്ചേട്ടൻ ഇങ്ങനെയാണോ എന്നൊക്കെ ആയിപ്പോയത്. അങ്ങനെയാണ്. കാരണം സുധിച്ചേട്ടന് അതിനുള്ള ഏണിങ്സ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് സുധിച്ചേട്ടൻ അങ്ങനെ ആയിപ്പോയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണ് ആ സ്റ്റേജിൽ വന്ന് പെട്ടത്. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ സുധിയുടെ ഫാമിലീസ് എല്ലാം കുറച്ചുകൂടി നന്നായി ജീവിക്കുന്നു, അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. ഞങ്ങളും ഒന്ന് പോയിരുന്നു ഈ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങളും അത് കണ്ടു, രേണുവിനെയും കണ്ട്. ഞങ്ങളും നമുക്ക് എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്കൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ അതൊക്കെയല്ലേ നമുക്ക് പറ്റുള്ളൂ അത് കണ്ടു കഴിയുമ്പം. അങ്ങനെ ഞങ്ങളും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അന്ന് രേണുവായിട്ട് ഞാൻ ഇൻ്റർവ്യൂ എടുത്തിരുന്നു. ഇതൊക്കെ രേണുവിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇതെല്ലാം രേണു ഒന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ രേണു ജീവിക്കാൻ വേണ്ടിയിട്ട് അവൾ ഓരോന്നും ചെയ്ത് കഴിഞ്ഞപ്പോൾ സൈബർ ബുള്ളിങ് വളരെയധികം രേണു ആ ഒരു അറ്റാക്കിങ് വളരെയധികമാണ് രേണു ഫേസ് ചെയ്യണത്. നമ്മുടെ ചാനലിൽ തന്നെ ഈയിടെ ഒരു ഷോയിൽ വന്നിരുന്നു. അന്ന് രേണു ഒരു ഹോട്ട് സീറ്റിലേക്കായിരുന്നു രേണു വന്നത്. പക്ഷെ എന്നാലും അത് കഴിഞ്ഞിട്ട് ആ ഇൻ്റർവ്യൂ പോയതും ആൾക്കാർ അതിനെ എഗെയിൻസ്റ്റ് പറയുന്നതും ആൾക്കാരുടെ പ്ലസ് ആയിട്ട് പറയുന്നവരും സപ്പോർട്ട് ചെയ്ത് പറയുന്നവരും നെഗറ്റീവായിട്ട് പറയുന്നതും. പക്ഷേ രേണു ഇന്നിപ്പോൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. പല രീതിയിലും പല ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റനിങ് ആണ് രേണു ആൻസർ ചെയ്യേണ്ടി വരുന്നത്. ഇതൊക്കെയും ഒരുപക്ഷെ അനൂപിലേക്ക് എത്തുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഇല്ല. എന്തുകൊണ്ട്? കാര്യം സുധിച്ചേട്ടൻ പോയതിന് ശേഷം നമ്മളവർ സപ്പോർട്ട് ചെയ്തത് ശരിയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് അവർ ഇപ്പോൾ അതിലഭിനയിക്കുന്നു ഇതിലഭിനയിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളല്ലല്ലോ അതിൻ്റെ റെസ്പോൺസിബിൾ. കാര്യം അവരുടെ കാര്യങ്ങൾ അവർ എങ്ങനെ ചെയ്തു. ഇപ്പോൾ സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് അവർക്ക് ഉയർച്ചയേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അതിനുശേഷം ജോലിയെല്ലാം നോക്കിയിരുന്നതാണ്. ജോലി കൊടുക്കാനുള്ള പല ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുത്തിരുന്നു. രേണു തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് നമ്മൾ വേണ്ടെന്ന് വെച്ച്. പല സ്ഥലങ്ങളിലും നമ്മൾ ജോലി ഓഫറിങ് ഉള്ള പരിപാടി ഒരുപാട് പേര് നമ്മളെ സമീപിക്കാറുണ്ട്. ചിലപ്പോൾ ഇമോഷണലിൻ്റെ പുറത്ത് പറയണമായിരിക്കും ചിലവർ. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഒരു ജോലിയുണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്, വേണേൽ പോകാം. അപ്പോൾ അവർ പറയും അത് ശരിയാവില്ല അത് ശരിയാവില്ല. അപ്പം അധികം ഇൻട്രസ്റ്റ് എടുക്കാത്തതുകൊണ്ട് ഞാൻ വിട്ടു. അപ്പം ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ. കാരണം ആ സമയത്തൊക്കെ നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല. ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ആ സമയത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വേറെ കണ്ടു കാണും. ആ സമയത്ത് പറയേണ്ട എൻ്റെ അടുത്ത് കോളേജിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവാണ്, എന്തെങ്കിലും വേറെ എക്സ്ട്രാ കമ്പ്യൂട്ടർ എന്തെങ്കിലും ചെയ്യണം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കോഴ്സ് എന്തൊക്കെയോ ചെയ്തിരുന്നു ആ സമയത്ത്. പിന്നെ ഗവൺമെൻറ് തന്നെ ഓഫർ ഒക്കെ വന്നിരുന്നു എന്തൊക്കെയോ. പക്ഷെ അത് ആയി വരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും. അപ്പോൾ രേണുവിന് ജീവിക്കാൻ എന്തെങ്കിലും പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ രേണു അതിൽ എക്സ്പ്ലോർ ചെയ്തു ആണ് എനിക്ക് മനസ്സിലായത്. കാരണം ഒരാൾ വർക്ക് ചെയ്യണോ എന്ന് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം അവരല്ലേ, നമുക്ക് അതിനകത്തൊരു കൺട്രോൾ ഇല്ല. അപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട് അവരുടെ ഇഷ്ടത്തിന് അവർ പോട്ടെ, അവർ ജീവിക്കട്ടെ. അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അത് പറ്റാതെ നമ്മൾ വിമർശിച്ചുകൊണ്ടിരുന്നത് കാര്യമില്ലല്ലോ. രേണു ഏതൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, അനൂപ് എന്തോ കൊടുത്തത് അക്കൗണ്ടന്റ് ആയിട്ട് എന്തോ ആയിട്ടുള്ള ജോലിയായിരുന്നു, കണക്ക് ഇതായിട്ടുള്ളതാണ്. അപ്പോൾ അത് രേണുവിന് അറിയില്ല, അതുകൊണ്ടാണ് രേണു അതിനെ റിജക്റ്റ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ശരിയാണ്, ഞാൻ കണ്ടിരുന്നു. അത് അത്രയും വലിയ അക്കൗണ്ടിങ് ജോബ് അല്ലായിരുന്നു. ആക്ച്വലി ഒരു മാനേജിങ് സംതിങ് സുഖമായിട്ട് ഒരു 1 വീക്കൊക്കെ അവരോട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് പോകുന്ന കാര്യമുള്ളൂ. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് നാളെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ്, ചിലപ്പോൾ രേണുവിൻ്റെ ഇൻട്രസ്റ്റ് ഇതായിരിക്കാം, അതുകൊണ്ട് രേണു അതിലേക്ക് പോയതായിരിക്കാം. പക്ഷെ രേണു പല കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നേഴ്സിംഗ് ജോബ് എന്തോ ചെയ്തിട്ടുണ്ട്. ആദ്യം ഹ്യൂമാനിറ്റീസോ എന്തോ എടുത്തെന്ന് പറഞ്ഞു, വേറെ നേഴ്സിംഗ് ജോബിനോ എന്തോ പോയിരുന്നു. പല പല കോഴ്സുകൾ രേണു ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കറിവ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ എനിക്കറിയില്ല, രേണു ചിലപ്പോൾ ഓരോരുത്തർക്കും മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി അല്ലേ അവർ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്തതായിരിക്കാം.
അതെന്തായാലും അവരുടെ ഇഷ്ടം, അവരത് ചെയ്യുന്നു അല്ലേ?